ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഒലിവ് മലയിൽ ഈശോ ജെറുസലേമിനെ ഓർത്ത് കരഞ്ഞ ഈശോയുടെ കണ്ണുനീർത്തുള്ളി വീണ സ്ഥലമുണ്ട്. അവിടെ ഒരു പള്ളി കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിൽ പണിതിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. നമ്മളിതുകൊണ്ട് കുറേ ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്നതിൻ്റെ ഈ സൈഡിലായിട്ടുണ്ടല്ലോ കുറേ സെമിത്തേരികളാണ്. അതായത് പഴയ കാലത്തെ ആൾക്കാരെ അടക്കിയേക്കുന്ന നിരത്തിപ്പിടിച്ച സെമിത്തേരികളാണ് കേട്ടോ നമുക്കവിടെ കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നോക്കി ജെറുസലേമിൻ്റെ ഏകദേശം ഫുൾ ഭാഗവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഡോമിനസ് ഫെലിക്റ്റ് എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. അതായത് ഡൊമിനിസ് ഓഫ് ഫെലിക്റ്റ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം ദ ലോർഡ് വെപ്റ്റ്, അതായത് കർത്താവ് കരഞ്ഞു എന്നാണ്. ഓശാന ഞായറാഴ്ച യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള ജൈത്രയാത്രാ പ്രവേശനത്തിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അതായത് ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബൈബിളിൽ വ്യക്തമായിട്ട് കാണാം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം മുതൽ 28-ാം മുതലുള്ള വാക്യങ്ങളിലാണ് ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻവശത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ജെറുസലേമിൽ നഗരം മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ദ ടെമ്പിൾ മൗണ്ടിൻ ഡോം ദ റോക്ക് ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ ഗ്രേ കളറിലായിട്ട് കാണുന്ന ഹോളി ഹോർട്ടിൻ ചർച്ച്, അതിനടുത്ത് അലാസ്ക മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ദേവാലയവും ഇവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത് AD 70 ആക്കിയപ്പോഴത്തോടെ അത് മുഴുവൻ നശിപ്പിച്ചു. ഇവിടെ ആകൃതിയിൽ തന്നെയാണ് ഈ പള്ളി പണിതിരിക്കുന്നത് കേട്ടോ. നഗരത്തെ നോക്കി അതിൻ്റെ ഭാവി നാശം പ്രവചിക്കവേ യേശു കരഞ്ഞു എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് അല്ലേ. നഗരത്തെക്കുറിച്ച് യേശുവിൻ്റെ ദുഃഖത്തിൻ്റെ പ്രതീകമായി കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിൽ പണിത പള്ളി ഇതൊരു പുരാതന സ്ഥലമാണ്. 1955 ഇങ്ങനൊരു പള്ളി പണിതെങ്കിൽ പോലും അതിനു മുമ്പ് ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഇങ്ങനൊരു പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അത് യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അത് പൊളിഞ്ഞു പോയതിന് ശേഷമാണ് ഇങ്ങനൊരു പള്ളി അവിടെ ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ ഈ കുരിശുണ്ടോ, ഇവിടെ ഇരുന്നിട്ടാണ് യേശു അങ്ങോട്ട് നോക്കി, ആ ഗോൾഡൻ കളറുള്ള അവിടെയായിരുന്നു ദേവാലയം. അവിടെയോട്ട് നോക്കിയിട്ടാണ് യേശു കണ്ണുനീർ വാർത്തത്. അപ്പം ഇവിടെ എന്നിട്ട് ഇപ്പോൾ കുർബാനയൊക്കെ അർപ്പിക്കും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കുർബാനയൊക്കെ ഇടയ്ക്ക് ഫാദേഴ്സൊക്കെ വന്നിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജെറുസലേം പട്ടണം മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പ്രവചനം നിവൃത്തിയായത് എന്താണെന്ന് ചോദിച്ചാൽ AD 70 ഏകദേശം ഒരു 40 വർഷത്തിന് ശേഷമാണ് റോമൻ സൈന്യം ജെറുസലേമിനെ ഉപരോധിക്കുകയും 6 മാസത്തെ പോരാട്ടത്തിന് ശേഷം നഗരം നിരപ്പാക്കുകയും ചെയ്തത്. 600 കാലഘട്ടത്തിൽ അവിടെ ഉള്ള ആൾക്കാരെ അടക്കിയിരുന്ന ശവകുടീരങ്ങളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയ ചെറിയ പെട്ടികളിലാണ്. അതെങ്ങനെ അടക്കി എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ചെറിയ ചെറിയ പെട്ടികളിലാണ് അന്നത്തെ കാലത്ത് അടക്കിയിരുന്നത്. അതിൻ്റെ ഓരോ ചിലയിടത്ത് പേരുകളും ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്നും നമുക്കറിയത്തില്ല. കാണാം. അതായത് പിള്ളേരെ കുഞ്ഞു കുട്ടികൾ മരിച്ച് അടക്കുന്ന രീതിയിലുള്ള അത്രയും വലിപ്പമുള്ളൂ. അതെങ്ങനെ ഇത്രയും വലിയ മനുഷ്യരെയൊക്കെ അടക്കി എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാം ചെറിയ ചെറിയ വലുപ്പമുള്ള പെട്ടികളാണ്. അന്ന് അതുപോലെ തന്നെ ബൈസന്റൈൻ കാലഘട്ടത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളിൽ ആ തറയിലിട്ടിരുന്ന മൊസൈക്കുകളൊക്കെ മാത്രമേ ഇപ്പം മിച്ചമുള്ളൂ. അത് അവരവിടെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് 1955 കണ്ണുനീർത്തുള്ളിയുടെ ആകൃതിയിലുള്ള ഒരു പള്ളി അവിടെ പണിതിരിക്കുന്നത്. ഇത് ആ ബൈസന്റൈൻ കാലഘട്ടത്തിലെ ചരിത്രം ഓർമ്മപ്പെടുത്താൻ അന്ന് ഇട്ടിരുന്ന മൊസൈക്കിൻ്റെ തറയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈശോയെ അന്ന് ക്രൂശിൽ കരിക്കാൻ നേരത്ത് മുൾമുടി വെച്ച് ആ മുൾമുടി ധരിപ്പിച്ച അന്നത്തെ 2000 വർഷം പഴക്കമുള്ള ആ സെയിം മരമാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ശാഖകൾക്ക് ഭയങ്കര ബലമാണ്. അത് വളച്ചിട്ടാണ് ഈശോയുടെ തലയിൽ മുൾക്കിരീടമായിട്ട് വെച്ചിരുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.